ഹഗായി 2:10. ഹഗായിയുടെ ബുക്കിന് 2-ാമത്തെ അധ്യായം 10-ാം വാക്യം. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നു. ദ സീഡ് സ്റ്റിൽ ഇൻ ദ ബാൺ. വിത്ത് ഇഷ്ടം പോലെ പറഞ്ഞു കഴിഞ്ഞു. അതിനിയും കളപ്പുരയിൽ കിടക്കുന്നു എന്നൊരു ചോദ്യമാണ് നമ്മൾ കേട്ടവരോടാണ്. എന്നോടും നിങ്ങളോടും ഒരു ചോദ്യമാണ്. ഇഷ്ടംപോലെ വിളവെടുത്തില്ലേ? നോയമ്പ് കഴിഞ്ഞു, ഉപവാസം കഴിഞ്ഞു, പിന്നെ ക്രൂശമരണം കഴിഞ്ഞു, ഉയർപ്പ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇഷ്ടംപോലെ വചനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നവരാ. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നു. ഭർത്താവിന് വളരെ സങ്കടമാണ്. ഈ കിട്ടുന്ന വിത്തെല്ലാം ഞാനിതെല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഇതെല്ലാം കൂടെ കയറ്റി വെച്ചിട്ട് ഞാൻ സുഖമായിട്ട് ഉറങ്ങാൻ പോവുകയാണ്. പലരും ഉണ്ടല്ലോ, ഉറങ്ങുന്നതിന് മുമ്പ് വചനം എൻ്റേത് കേൾക്കുന്നവരെ എനിക്കറിയാം. നല്ലൊരു പോയിൻ്റാണ്. ഈ റെക്കോർഡിങ്ങിന് ഇന്നലെ വൈകിട്ട് ഒത്തിരി കിടക്കുന്നതിന് മുമ്പ് ഒരാളെന്നെ വിളിച്ചേച്ച് പറയായിരുന്നു, മാഡത്തിൻ്റെ വചനം എന്നെ അറിയാവുന്ന ഒരു ഹെഡ് മാസ്റ്റർ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇന്നും കേട്ടിട്ടേ ഉറങ്ങാറുള്ളൂ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ദാറ്റ് വാസ് ദ റിവാർഡ് ഐ ആം ഗെറ്റിംഗ്. വേറെ ഒരു പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ കർത്താവ് നമ്മളെ അതിശയമായിട്ട് നടത്തുന്നുണ്ട്. അപ്പം ഈ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ വിത്തുകൾ നമ്മൾ നിറച്ച് നമ്മുടെ പത്തായത്തിനകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ സുഖമായിട്ട് ഉറങ്ങാം. അതല്ല ഇതിൻ്റെ ഉദ്ദേശം. കേട്ടല്ലോ, ഈ വിത്ത് കേൾക്കുന്നത് രാത്രിയിൽ കിടക്കുമ്പോൾ അത് നല്ല വിത്ത് നല്ല സ്ഥലത്ത് വീണ് 100 മേനിയായിട്ട് വളർന്ന് ഫലം കായ്ക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആദ്യത്തെ സ്റ്റേജാണ് സ്റ്റോർ ചെയ്യുക, ഉറങ്ങാൻ പോവുക. അതാ പറയുന്നുണ്ടല്ലോ സങ്കീർത്തനത്തിൽ, എൻ്റെ വൃതന്മാർക്കും അവൻ ഉറക്കത്തിൽ പോലും 125 തോന്നുന്നു, തൻ്റെ വൃതന്മാർക്ക് അവൻ ഉറക്കത്തിൽ പോലും തൻ്റെ അനുഗ്രഹങ്ങൾ കൊടുക്കും. അങ്ങനത്തെ ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ 127 അവൻ്റെ പ്രിയനും അവൻ അതുറക്കത്തിൽ കൊടുക്കും. കഠിന പ്രയത്നം നിങ്ങൾ അധികാലത്ത് എഴുന്നേക്കുന്നതും താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം ചെയ്യുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അപ്പം ഞാനെപ്പോഴും പറയാറുള്ള ഒരു പോയിൻ്റാണ്, സാബ് നിൻ്റെ വചനം വായിച്ചിട്ട് ഞാൻ കിടക്കാൻ പോവുകയാണ്. പല കാര്യങ്ങൾക്കും ശരിയായ ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഉറങ്ങി നേരം വിളിക്കുമ്പോഴത്തേക്ക് അത് പരിഹരിച്ച് തരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞേച്ച് കിടന്നു. പറഞ്ഞില്ലേ അതനങ്ങത്തില്ല. പറഞ്ഞേച്ച് കിടന്നു ഉത്തരം നേരം വിളിക്കുമ്പം കർത്താവ് പരിഹരിച്ച് തരുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പരീക്ഷിച്ച് നോക്ക് ദൈവത്തെ. ദൈവം ഒരു ജീവനുള്ള ഒരു അപ്പനായിട്ടും സ്നേഹിക്കുന്ന എന്ത് ചോദിച്ചാലും, ഈ സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ആഴവും നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഈ സ്നേഹിക്കുക എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ ദൈവത്തെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ദൈവം ഇങ്ങനെ വലിയവനായിട്ട് ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് കൈ ഇങ്ങനെ കാണി, അങ്ങനെയൊക്കെ നമ്മുടെ ചിന്തയില്ലേ, വലിയ വസ്ത്രമൊക്കെ. അങ്ങനെയൊന്നും അല്ലെന്നേ. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നത്, എനിക്ക് കുറച്ച് ഗാർഡൻ ഇഷ്ടമുള്ളൂടെ. നമ്മൾ എൻ്റെ ഗാർഡൻ അത്ര മഹത്വമൊന്നുമില്ല. ഈ ഗാർഡനിങ്ങിന് ചിലപ്പോൾ എനിക്ക് നടുവേന, ഞാൻ എഴുന്നേക്കുന്നില്ലെന്ന് പറയുമ്പം ഞാൻ പറയും എനിക്ക് ഇന്ന് മടിയാണ് എഴുന്നേക്കാൻ. ഞാൻ കാണും യേശുക്രിസ്തു എൻ്റെ ഗാർഡനിൽ പോയി ചെടി നടുന്നത്. അപ്പോൾ ഞാൻ ചാടി എഴുന്നേക്കും, അയ്യോ യേശു ഓടി വന്ന് ചെടി നട്ടോ. സി ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ക്രിയേറ്റർ, വിത്ത് യുവർ ഗോഡ് ഈസ് സോ ബ്യൂട്ടിഫുൾ. നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോയി ചെയ്യത്തില്ലേ. ഇപ്പോൾ എൻ്റെ മോളിപ്പോൾ അമേരിക്കയിലാണ്. ഞാൻ അമേരിക്കയിൽ വർഷത്തിൽ 2 വർഷം വിടും. പക്ഷേ പഠിക്കുന്ന സമയത്ത് കൂടുതൽ സൗദി അറേബ്യ എന്ന് അമേരിക്ക, അവൾ ന്യൂയോർക്കിലായിരുന്നു. ഞാൻ അവിടെ ചെന്നാൽ എൻ്റെ മോൾക്ക് ചെയ്യേണ്ടി എന്നാലാകുന്ന സകലത് ഞാൻ ചെയ്തു വെക്കും. ഷീറ്റ് നനച്ച് കൊടുക്കും, ഫുഡ് ഉണ്ടാക്കി വെക്കാനൊക്കെ വെക്കും, എന്തെങ്കിലും എനിക്ക് അടുക്കി പെറുക്കണേ എല്ലാം ഞാൻ അവൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് ദ ലവ് ഓഫ് ദ മദർ ടു ദ ഡോട്ടർ ഈസ് സോ ബ്യൂട്ടിഫുൾ ഇല്ലേ? അങ്ങനെയെങ്കിൽ ദൈവം, സൃഷ്ടിച്ച ദൈവം നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കുമോ? ഇല്ല. ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി എക്സ്പീരിയൻസ്ഡ്. അത് പറഞ്ഞു നോക്കണം. ഞാൻ ഒരു പള്ളിയിൽ സൗദി അറേബ്യ ഒരു അരാംകോയിനകത്തെ പള്ളി ഉണ്ടല്ലോ, ഇന്നിപ്പോൾ മാറി സിറ്റുവേഷൻ. ഞാനിങ്ങനെ കുനിഞ്ഞിരുന്ന് ഇച്ചിരി നേരം പ്രാർത്ഥിച്ചു വെച്ചാൽ ഞാനിങ്ങനെ പൊങ്ങി നോക്കിയപ്പോൾ ഒരു അമേരിക്കൻ സ്ത്രീ ചോക്ലേറ്റ് കളറിലുള്ള ഒരു കൂടിനകത്ത് എന്തോ ഇങ്ങനെ വീശിക്കൊണ്ട്, പള്ളി വരുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അവരിങ്ങനെ നടന്നിങ്ങനെ പോകുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ എനിക്കിങ്ങനെ നോക്കിയപ്പോൾ ഈ കൂടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, നല്ല ഭംഗിയാണ് കാണാനില്ലേ എന്ന്. ഞാൻ ചുമ്മാ പറഞ്ഞ, ഐ ഡിഡ്ന്റ് വാണ്ട് ഇറ്റ്, ഐ ജസ്റ്റ് സെഡ് ഇറ്റ്. അത് നല്ല ഭംഗി. അതൊരു വെള്ളിയാഴ്ചയാണ് സൗദിയിലെ പ്രാർത്ഥന നടക്കുന്ന ദിവസം, ചേർച്ച്. ഞായറാഴ്ചയായപ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അതേപോലെ ഒരു കൂട് കൊണ്ട് അതിനകത്ത് എന്തോ സാധനം ഇട്ട് എൻ്റെ വാതിൽക്കൽ വന്നിട്ട് ബെല്ലടിച്ചു.
ഞാൻ വാതിൽ തുറന്നപ്പോൾ എൻ്റെ കണ്ണ് ആദ്യമേ പോയത് ആ കൂടിലേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇതുപോലൊരു കൂടി ഞാൻ വെള്ളിയാഴ്ച കണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലായില്ല. അപ്പോൾ അവരെന്നോട് അകത്തുള്ളത് നോക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ അകത്ത് നോക്കുമ്പോൾ ഈ ഡാൻസിങ് ലേഡിയുടെ, അതെൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ബ്രോച്ച്, ഒരു 4-5 പെണ്ണുങ്ങൾ ഒന്നിച്ച് നിന്ന് ഡാൻസ് ചെയ്യുന്ന ഒരു ബ്രോച്ച് അതിനകത്തിട്ടത്. പക്ഷേ ഞാൻ നോക്കിയത് കൂടയിലാണ്. ഞാൻ കർത്താവിനോട് കൂട് നല്ലതെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഒരു കാര്യം എൻ്റെ ദൈവത്തോട് അത്ര സ്നേഹത്തിൽ നമ്മൾ ചുമ്മാതെ പറയുന്നത് പോലും ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സ്നേഹം മറ്റുള്ളവരറിയാത്തതെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെയും ഇവിടെയും ഒരുപോലെ നടക്കുന്നില്ല. എവിടെയോ വികടം. അപ്പം ഞാൻ പറയുന്ന എല്ലാം മക്കൾ അനുസരിക്കണമെന്നില്ല, ഞാൻ പറയുന്ന എല്ലാം ഭർത്താവ് കേൾക്കണമെന്നില്ല. കാരണം എവിടെയോ ആ ഫ്രീക്വൻസി കറക്റ്റ് അല്ല. പക്ഷെ ഞാൻ എന്നാ പറഞ്ഞാൽ യേശു കേൾക്കുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ മോനോട് കഴിഞ്ഞ ദിവസം എൻ്റെ ഭർത്താവിന് എന്തോ പ്രശ്നം വന്നപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, ഒന്നും മിണ്ടത്തില്ല നിൻ്റെ ഡാഡി, ഒന്നും പറയത്തില്ല. പിന്നെ എങ്ങനെ? അപ്പോൾ മോൻ വിളിച്ച് ഡാഡിയോട് പറഞ്ഞ് കുറച്ചും കൂടെ സംസാരിക്കണം മമ്മിയോട്. അപ്പോൾ ഞാൻ തിരിച്ചെടുത്ത് വെച്ച് ഞാൻ മോനോട് പറഞ്ഞു, ഇപ്പം മനസ്സിലായോ ഞാൻ ദൈവത്തോട് എന്താ കൂടുതൽ സംസാരിക്കുന്നതെന്ന്? കറക്റ്റ്. വിത്ത് കളപ്പുരയിൽ ഇരിക്കുന്നിടത്തോളം കാലം വിത്ത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിത്തുകൾ പുറത്തെടുത്ത് ഇടാൻ സമയമായി. അത് പരീക്ഷിച്ച് നോക്കണം. കർത്താവിന് നിർബന്ധമുള്ള കാര്യമാണ്. എന്തെല്ലാം കാര്യങ്ങൾ കൂടെ ദൈവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നു. അനുഭവിച്ചറിയുന്നുണ്ടോ? കർത്താവിനോട് വാഗ്ദത്തം ചോദിക്കുന്നവരോട് ഞാൻ പറയാം, വാഗ്ദത്തം തന്നത് പ്രാപിച്ചെടുത്തിട്ട് വേണം അടുത്തത് ചെന്ന് ചോദിക്കാൻ. അതുകൊണ്ട് ഈ കേട്ട വചനങ്ങളെല്ലാം വിത്ത് കളപ്പുരയിൽ ഇടുകയല്ല. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? ഹഗായിയാണ് വായിക്കുന്നത് കേട്ടോ. മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവരും കായ്ക്കുന്നില്ലേ? മോളെ നിൻ്റെ വൃക്ഷങ്ങളൊന്നും കായ്ക്കുന്നില്ലേ? ഇപ്പോൾ ഓരോരുത്തർ പറയും, ഇവിടെ ഞാൻ പേര കൊണ്ട് നട്ടു, പിന്നെ ചാമ്പ നട്ടു, ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി, എല്ലാം കായ്ക്കാൻ തുടങ്ങി. ചിലർ പറയും ഒത്തിരി വർഷം, പക്ഷേ കായ്ക്കാൻ തുടങ്ങി. എനിക്ക് അതിശയമാണ്. നമ്മൾ നട്ടുകൊടുത്തു, അത് കായ്ക്കാൻ തുടങ്ങി. കാരണം എന്തുവാ? അത് കായ്ക്കണമല്ലോ ദൈവം തരുന്നതാണെങ്കിൽ. ഇത് ജഡത്തിലുള്ള കാര്യം പറയുന്നത് ആത്മീയ കോളത്തിൽ കൂടെ സംഭവിക്കണമല്ലോ. നമ്മൾ ഇടുന്ന വിത്തുകൾ കിളുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അതാണ് ഇരിക്കുന്നത്. മാതളവും എന്താണ്, മുന്തിരിവള്ളിയും തിവൃക്ഷവും മാതളവും ഒലിവരും കായ്ക്കുന്നില്ല. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. വചനമെടുത്തുപയോഗിക്കുവീൻ, വേറെ എങ്ങും പോകണ്ട. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, അതൊന്നും തെറ്റല്ല. പക്ഷേ സ്വയമായിട്ട് വളരാതെ എങ്ങനെ അനുഭവിക്കും? എല്ലാ കാര്യത്തിനും നമുക്ക് വല്ലവരെ ആശ്രയിക്കാൻ ഒക്കുമോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. 24-ാം തീയതി യഹോവയുടെ അരുളപ്പാട് 2ാം പ്രാവശ്യം ഹഗായിക്കൊണ്ട്, നീ യഹൂദാദേശാധിപതിയായ സെരുബ്ബാബേലിനോട് പറയേണ്ടത്, ഞാൻ ആകാശവും ഭൂമിയെയും ഇളക്കും, ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും, ജാതികളുടെ രാജ്യങ്ങളെ ബലം നശിപ്പിച്ചു കളയും, ഞാൻ രഥത്തെയും അതിൽ കയറി ഓടുന്നവരെയും മറിച്ചു കളയും. നമുക്കെതിരായി വരുന്ന ശത്രുവിനെ മാറ്റിയിട്ട് കുതിരയും പുറത്തു കയറി ഓടുന്നവരെ ഓരോരുത്തരും താൻ്റെ സഹോദരൻ്റെ വാളിനാൽ വീഴും. നമുക്കെതിരായിട്ട് വരുന്ന സകല ശക്തികളെയും അടിച്ചു മാറ്റുന്ന ഒരു ദൈവം മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവൻ പറയാണ്, നിനക്ക് തന്ന വിത്ത് നീ വിതയ്ക്കാൻ തുടങ്ങണമെന്ന്. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എൻ്റെ ദാസനായ ശെയല്തീയേലിൻ്റെ മകനായ സെറുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഇത്രയും വചനം പറഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിന് സന്തോഷമായിട്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ എൻ്റെ മോതിരമാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു പാമ്പിടിച്ച കൊച്ചെന്നെ വിളിച്ചേച്ച് കുടുംബജീവിതത്തിൽ കൊച്ചു കല്യാണം കഴിച്ച ഒരു കുഞ്ഞായി 4 മാസമേ ആയിട്ടുള്ളത് മാറി നിൽക്കുകയാണ്. അമ്മായിമ്മ ഒരു തരത്തിൽ ഈ ഭർത്താവിനെ അവളെ വിളിക്കാൻ സമ്മതിക്കൂല. അതിനോട് ഞാൻ പ്രാർത്ഥിക്കാം. അത് പ്രാർത്ഥിച്ച് കുറേ വചനം എടുത്തു. ഞാൻ പറഞ്ഞു, ഭർത്താവ് ഞാനതിന് മുദ്രയിട്ട് കൊടുക്കുന്നു, അതിനെ വേഗം തിരിച്ചുവിട്. അതിൻ്റെ പ്രാർത്ഥനയും വചനവും കേട്ടപ്പോൾ അതിൻ്റെ ഉള്ളിലെ വേദന എനിക്ക് മനസ്സിലായി. നമ്മൾ മുദ്രയിട്ട് കൊടുക്കാൻ എന്താക്ക വേണം? ദൈവത്തിൻ്റെ മുദ്രമോതിരമാക്കി മാറ്റണമെങ്കിൽ കളപ്പുരയിൽ നിങ്ങളുടെ വിത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ നശിച്ചു പോകാനിടയുണ്ട്. എടുത്ത് വിതറാൻ ദൈവം പറയുകയാണ്. അനേക മക്കൾക്ക് കൊടുക്കുക, തീർത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ എൻ്റെ വചനം തന്നെ എല്ലാവർക്കും എന്നും പറയാം. അതുകൊണ്ടാണ് ദിനം പ്രതി വരുന്നുണ്ട്. ചില വചനങ്ങൾ ചിലർക്കുള്ള ഉത്തരമാണ്,
ചില വചനം ചിലർക്കുള്ള താക്കോല, അത് ആത്മാവ് പറയുമ്പോൾ അയച്ചു കൊടുക്കുക. എപ്പോഴാ ദൈവമേ അവരുടെ വാതിൽ ചില കാര്യങ്ങൾ നമ്മൾ ചിലരുടെ വചനം കേൾക്കുമ്പോഴെന്നെ ആത്മാവിൻ്റെ തീ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഉത്തരം കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വചനങ്ങളാണ് ഞാനെ കൊണ്ട് ദൈവം അയപ്പിക്കുന്നത്. നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും ഞങ്ങളെ സ്നേഹിക്കുന്നതിനായ പൊന്നുപിതാവേ, എൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം, എത്രയോ വചനം കേട്ട് 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 കർത്താവേ, ഞങ്ങളുടെ തലയോളം വചനം കേട്ടിട്ടുണ്ട് ഞങ്ങൾ. ഈ വചനമെല്ലാം കളപ്പുരയിൽ കൂട്ടിവെക്കുന്നവരെ പോലെ ആക്കല്ലേ. ഇതെല്ലാം കളപ്പുരയിൽ നിന്നിട്ട് എടുത്തിട്ട് പുറത്തോട്ട് എറിയുക. ആർക്കും വേണ്ടെങ്കിൽ പുറത്തു പോയി വിജനസ്ഥലത്തെങ്കിലും ഇടട്ടെ, അവിടെയെങ്കിലും കിളുക്കട്ടെ അപ്പച്ച. മരുഭൂമിയിൽ കൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് അവിടെയെങ്കിലും ഇട്, അതെങ്കിലും ഒരു ഉദ്യാനമായി മാറട്ടെ. അത് ഉദ്യാനം പിന്നെ ഒരു ഫോറസ്റ്റായി മാറുമല്ലോ. അങ്ങനെയല്ലേ യെശയ്യാ പ്രവാചനം 32 നീ പറയുന്നത്. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് തരിശു ഭൂമിയായി കിടന്ന സ്ഥലം പരിശുദ്ധാത്മാവിൻ്റെ ജീവജലം ഒഴിച്ചു കഴിയുമ്പോൾ അതൊരു ഉദ്യാനമായി, ഉദ്യാനം ഒരു വനമായിട്ടും മാറുമെന്ന് നീ വചനത്തിൽ കൂടെ പറയുന്നെങ്കിൽ, ഞാൻ ഈ അയക്കുന്ന വചനങ്ങൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പൂർത്തീകരിക്കുന്ന ദൈവമെന്ന് നീ പറയുന്നു. അപ്പച്ചൻ പൂർത്തീകരിച്ച് കൊടുത്താട്ട്. അനേക മക്കളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ വേണ്ടി ചെവി ഓർത്തിരിക്കുക അപ്പച്ച. വചനം അയക്കുന്നത് ഒന്നുപോലും പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. ഈ വചനം ജീവനും ചൈതന്യമുള്ളതായി കടന്നു ചെന്നിട്ട് ആരുടെ ഹൃദയത്തിൻ്റെ വേദനയാണ് അടിച്ചു മാറ്റേണ്ടത്, ആരുടേതാണ് ശത്രുവിനെ അഴിച്ചു മാറ്റേണ്ടത് ഒക്കെ അപ്പച്ചനറിയാം. അത് ചെയ്തു കൊടുത്തിട്ട് പ്രതിഫലവുമായിട്ട് തിരിച്ചു വരാൻ ദൈവമക്കളെ അനുഗ്രഹിച്ചെടുക്കണമേ. തലമുറകളുടെ നന്മ കാണാൻ അമ്മയപ്പന്മാർ കരയുമ്പോഴും അവരുടെ കണ്ണുനീരിന് നീ ഉത്തരം കൊടുക്കുന്ന ദൈവം. നീ പ്രാർത്ഥനയായിട്ട് അവരെ അനുഗ്രഹിച്ചതിന് നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടെന്ന് ഞങ്ങളെ മനസ്സിലാക്കിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞങ്ങളുടെ പ്രാർത്ഥന നീ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്നാണ് ഞങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ ആഴം. കർത്താവേ, അങ്ങനെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് നന്ദി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവത്തിനെ സാഷ്ടാംഗം വണങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.